ഇപ്പൊ ഏറെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഒരു വൺമാൻ ഷോ നടത്തുന്നത്. യഥാർത്ഥത്തിൽ KSRTC ജീവനക്കാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അവർ ചെയ്യുന്ന ജോലി, അവരുടെ ഷിഫ്റ്റ്, അവരുടെ ടൈം, അവർക്ക് ശമ്പളം തന്നെ ഇപ്പോഴെങ്ങാണ്ടാണ് അവർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അതും കിട്ടുന്നുണ്ടോ? ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ അവർ ഒരുപാട് കാലങ്ങളായി ഒരുപാട് സ്ട്രഗിൾ ദുരിതം അനുഭവിച്ചവരാണ് KSRTC ജീവനക്കാർ. കാരണം മറ്റ് സർക്കാർ ജീവനക്കാരെ പോലെ അല്ല KSRTC ജീവനക്കാർക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ജോലി, ഡ്യൂട്ടി ടൈം അതെല്ലാം വളരെ, ഡ്രൈവർ ആയാലും കണ്ടക്ടർ ആയാലും ശരി, ദീർഘദൂര സർവീസുകൾ നടത്തുന്നവർ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് അവർ ജോലി ചെയ്യുന്നത്. പക്ഷെ KSRTCയുടെ യൂണിയൻകാരുടെ ചില ഇടപെടലുകൾ അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നുണ്ടെന്നൊക്കെ മുമ്പ് റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് അവരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കുകയാണ്. ഇപ്പോൾ എല്ലാ സർക്കാർ ജീവനക്കാരും കൃത്യമായി ജോലി ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ ആ മന്ത്രിക്ക് അവിടെയും പറയാം, ഓരോ ജീവനക്കാരും കൃത്യമായി തന്നെ യാത്രക്കാരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, KSRTC ലാഭത്തിലാക്കണം എന്നൊക്കെ പറയുന്നതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കുടിവെള്ളം വെച്ചിരുന്ന ഒരു കുപ്പി ആ വണ്ടിയുടെ മുൻവശത്ത് ഉണ്ടായിരുന്നു എന്നൊരു കാര്യം മാത്രം വെച്ചുകൊണ്ട് ഒരു ജീവനക്കാരനെതിരെ നടപടിയെടുക്കുകയും വേറെ എവിടെയോ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്ത ഒരു മൂന്ന് പേർക്ക് ആ നടപടി ഏറെ വിമർശനങ്ങൾക്ക് ഇടവെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മന്ത്രിയുടെ ജോലി ഇതാണോ? ഒരു ഈ ദീർഘദൂര ജോലിക്ക് പോകുമ്പോൾ അവർക്ക് കുടിവെള്ളം വെച്ച കുപ്പി അവിടെ ഇരുന്നതാണോ അവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം? ഇത് വെറും ഒരു ഷോ അല്ലേ? അതായത് യൂട്യൂബർമാരെയും ക്യാമറ പിടിച്ചോ മൊബൈൽ ഉള്ളവർക്കെല്ലാം എന്തും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൊണ്ട് നടന്ന് സ്വന്തം മൈലേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, അപ്പൊ ഞാനിവിടെ ഉണ്ട് എന്ന് 10 പേര് അറിയട്ടെ, ഇലക്ഷനൊക്കെ വരുമല്ലേ, അപ്പൊ എന്റെ പേര് ഒന്ന് ചർച്ചയാവട്ടെ, അപ്പൊ ആൾക്കാർ എന്നെ ഓർക്കുമല്ലോ എന്നുള്ള വെറും ഒരു പട്ടി ഷോ മാത്രമായിട്ടല്ലേ ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്? അല്ല, എല്ലാവരും അവരവരുടെ ജോലി ചെയ്യണം. മന്ത്രിയും മന്ത്രിയുടെ ജോലി ചെയ്യണം, ചെയ്യേണ്ട ജോലി ചെയ്യണം. ഇപ്പം KB ഗണേഷ് കുമാർ നമുക്കറിയാം, അദ്ദേഹം സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലൊക്കെ വരുന്ന വ്യക്തിയാണ്. അതേപോലൊരു വ്യക്തി നമുക്ക് സുപരിചിതനാണ്, അല്ലേ? സുരേഷ് ഗോപി. അദ്ദേഹം സിനിമയിൽ നിന്നും തിളങ്ങി നിന്ന് സൂപ്പർ സ്റ്റാറായിട്ട് നിന്നയാളാണ്, ആക്ഷൻ ഹീറോയാണ്. അവിടെ നിന്ന് സിനിമയിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടാകുന്ന ഇപ്പോഴും അദ്ദേഹം അതിന്റെ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. അടുത്തിടയ്ക്ക് അദ്ദേഹം ചോദിച്ചത് ഞാൻ ഇതിന് നടനിൽ നിന്ന് മാറണമെന്നാണ്. സമാനമായ ഒരു ഹാലൂസിനേഷനാണ് ഗണേഷ് കുമാറിനെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. സിനിമ സ്റ്റൈല് അദ്ദേഹം നമുക്കറിയാം. 2001 അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ് ആദ്യമായിട്ട് മന്ത്രിയാകുന്നത്. അന്നും അദ്ദേഹം ഇതേപോലെ സമാനമായ രീതിയിൽ മിന്നൽ പരിശോധനകളും ഒക്കെ തന്നെ നടത്തി വാർത്തകളിൽ ഇടനിടാനും ഒക്കെയുള്ള ഒരു ശ്രമം, ഒരു ഷോമാനായിട്ട് അദ്ദേഹം നടക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം 2.5 വർഷമേ അദ്ദേഹത്തിനുള്ളൂ. അറിയാമല്ലോ, 4 മന്ത്രിമാർക്ക്, 4 പാർട്ടികൾക്ക്, ചെറിയ പാർട്ടികൾക്ക്, ഓരോ MLA ചെറിയ പാർട്ടികൾക്ക് ഈ മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം വെച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ ഗണേഷ് കുമാറിന് ഈ മന്ത്രിസ്ഥാനം കിട്ടുന്നത്. നേരത്തെ അത് ആന്റണി രാജു ആയിരുന്നു ഈ ഗതാഗത മന്ത്രി. അദ്ദേഹം 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഗണേഷ് കുമാറിന് കൊടുത്തു. അപ്പോൾ 2.5 വർഷം മാത്രമേ ഉള്ളൂ തനിക്ക് ആ ഒരു ഭരണത്തിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് കാണിക്കുന്ന കുറെ ഷോകളാണ്, ഷോ ഓഫ് ആണ്. മന്ത്രി എന്നുള്ള നിലയിലെ പ്രവർത്തനത്തിനപ്പുറം ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകൾ കാണിച്ചാൽ മാത്രമേ തന്നെ തിരിച്ചറിയത്തുള്ളൂ, താൻ ഇവിടെ ഉണ്ട് എന്ന് വിളിച്ചു പറയേണ്ട ഒരു ബാധ്യത തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരമുള്ള ചില പരിപാടികൾ അദ്ദേഹം കാണിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം തന്നെ വിളിച്ചു കൂട്ടിയ ഒരു പരിപാടി. അദ്ദേഹം വന്നിട്ട് ഞാനിത് പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞ് റദ്ദാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയി ഷോ കാണിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് സർവീസ് നടത്തുന്ന ഒരു KSRTC ബസ് അത് പിന്തുടർന്ന് അദ്ദേഹം തടഞ്ഞു നിർത്താം. ഒന്നാമത്തെ വിഷയം, അതിൻ്റെ അകത്തെ വിദഗ്ധർ പറയുന്നത് ഓടുന്ന ഒരു വാഹനം തടഞ്ഞു നിർത്താൻ ഒരു മന്ത്രിക്ക് യാതൊരു അവകാശവും ഇല്ല എന്നാണ്. ഒന്നുകിൽ അത് പോലീസ് ചെയ്യണം, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അത്തരം കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ആൾക്കാർക്ക് ചെയ്യാം, വിജിലൻസിനും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. അല്ലാതെ ഒരു മന്ത്രിക്ക്, ഒരു ജനപ്രതിനിധിക്ക് ഇത്തരത്തില് ഒരു ഓടുന്ന വാഹനം തടഞ്ഞു നിർത്താനോ അത് പരിശോധിക്കാനോ ഉള്ള യാതൊരു അധികാരവും അവകാശവും ഇല്ലാതെ ഞാൻ പറയുന്നില്ല കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് അറിവുള്ളവർ ആൾക്കാർ ഇതിന് പിന്നാലെ പറഞ്ഞ കാര്യമാണ്. അത് ഒന്നാമത്തെ കാര്യം അവിടെയാണ്. അവിടെ അദ്ദേഹത്തിന് തെറ്റ് പറ്റുന്നു. ഒരു മന്ത്രി എന്നുള്ള നിലയിലുള്ള തെറ്റ് അത് അവിടെ തുടങ്ങുകയാണ് അദ്ദേഹത്തിന്. പിന്നീട് ഇതേ സമയം ഒരു യാത്രക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ KSRTC ജീവനക്കാരൻ പെരുമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ മന്ത്രിക്ക് അതിൽ ഇടപെടാം. ഇത് അതുപോലെ അല്ല. ഒരു വണ്ടിയിൽ ഒരു സംഭവം കണ്ടു, ഒരു നിയമലംഘനം എന്ന് അദ്ദേഹം പറയുന്ന ഒരു സംഭവം കാണുന്നത്, ഒരു കുപ്പി, ഒരു പ്ലാസ്റ്റിക് കുപ്പി അവിടെ ഇട്ടേക്കുന്നതാണ്. അവര് വെള്ളം കുടിച്ചത്. നമുക്കറിയാമല്ലോ, ദീർഘദൂര യാത്രകളാണ്, 8-10 മണിക്കൂറോളമുള്ള. ഇപ്പം കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ ചില ഡ്രൈവർമാരും കണ്ടക്ടർമാരും പറയുന്നത് ഒരു ദിവസം 3-4 കുപ്പി വെള്ളം അവർ കുടിക്കുകയാണ്. ചൂട് അങ്ങനെയല്ലേ? ചൂട് കാലാവസ്ഥ അങ്ങനെയാണ്. അവർ ക്ഷീണിക്കും. രണ്ടുപേരും, ഡ്രൈവർമാരും കണ്ടക്ടർമാരും, ഈ 4 കുപ്പി വീതം കുടിക്കുമ്പോൾ 8-10 കുപ്പിയോളം ഒരു വണ്ടിക്കകത്താകും. ഒന്നുകിൽ അവർ മേടിക്കുകയാണെങ്കിൽ അതെടുത്ത് കളയേണ്ടി വരും. ഇവിടെ കളയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പറയുന്ന ഗണേഷ് കുമാർ അവിടെ ഇത് നടത്തിയിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട്, കണ്ടില്ലേ വണ്ടിയുടെ മുന്നിൽ ഈ കുപ്പിയിട്ടേക്കുന്നു, കുടിച്ചു കഴിഞ്ഞാൽ എടുത്ത് കളഞ്ഞുകൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എവിടെ കളയണം?
ഈ ഗണേഷ് കുമാർ ഇന്നലെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ഈ വാദങ്ങളൊക്കെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇന്നലെ ഒരു യോഗത്തില് ഒരു പരിപാടിയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വിമർശനത്തെ അദ്ദേഹം വിമർശിക്കുകയാണ്. എനിക്കെതിരെ ആര് പറഞ്ഞാലും എന്തു എഴുതിയാലും ഞാൻ മന്ത്രിയാണ്, ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യും, ഒരുത്തിനും ഒന്നും പറയണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. നിയന്ത്രിക്കാൻ ആരും പറയണ്ട, അത് ഗണേഷ് കുമാറിന്റെ കാരണം അല്ല. അപ്പൊ അയാൾ പറയുന്ന ഒരു സംഭവം ഇത് ഇങ്ങനെ ചെയ്ത് തെറ്റാണ്. ആ കുപ്പി അങ്ങനെ ഗണേഷ് കുമാർ കൈവശം അയാളുടെ കാറിൽ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോവാണ്. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അയാൾ കുപ്പി ഇവിടെ റോഡിലിട്ടിട്ട് പോവോ? ഗണേഷ് കുമാർ അങ്ങനെയാണോ ചെയ്യുന്നത്? ആ കുപ്പി റോഡിലിട്ടിട്ട് പോവോ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇയാൾ ഇന്നലത്തെ അതിനകത്ത് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ശുചിത്വ മിഷൻ അല്ലെങ്കിൽ ഇതുണ്ടല്ലോ മാലിന്യമുക്ത കേരളം എന്ന് പറയുന്ന ക്യാമ്പയിൻ, അതിനു വേണ്ടിയിട്ട് KSRTC വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ അതിന് KSRTC പൂർണ്ണ പിന്തുണ ഉണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനെ വാഹനങ്ങൾ KSRTCയുടെ വാഹനങ്ങൾ മാലിന്യമുക്തമായിരിക്കണം, പ്ലാസ്റ്റിക് മുക്തമായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന ആളാണ് പറയുന്നത് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എടുത്ത് എറിഞ്ഞുകൂടെ, ഇവിടെ കളയുക, ഇത് വഴിയിൽ അത് ബാക്കിയുള്ളവർ പറക്കാൻ നടക്കണം. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്താ പറയുക, ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. ഒന്നാമത് ഈ വണ്ടിക്കകത്ത് ഈ പറയുന്ന കണ്ടക്ടർക്കും ഡ്രൈവർക്കും കുടിക്കാനുള്ള വെള്ളം അത് ഈ ബോട്ടിൽ വെക്കാൻ അവർക്ക് യാതൊരു സൗകര്യമില്ല. അവരുടെ ഈ പറയുന്ന ഭക്ഷണം വെക്കാനോ ലഗേജ് വെക്കാനോ ഒരു രാവിലെ നമുക്കറിയാം KSRTC ചെന്നിരുന്നാലും ഓരോ ഡ്രൈവർമാർ ദീർഘദൂര യാത്ര പോകുന്നവരാണെങ്കിൽ ഒരു വലിയൊരു ഭാഗമായിട്ടാണ് അവർ ചെന്ന് കയറിയിട്ട് അവർ ഇത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും കുത്തിക്കയറ്റി വെച്ചിട്ടാണ് അവർ പോവുക. അതിനുള്ള സൗകര്യം പോലും അവർക്കില്ല. പിന്നെ ഈ വെള്ളക്കുപ്പി ഉള്ളത് വെക്കാനും അതുപോലെ ഡാഷ്ബോർഡിന്റെ അടുത്താണ്, എഞ്ചിന്റെ ഭാഗത്താണ്, അവിടെ വെക്കാൻ പറ്റത്തില്ല. അത് കാര്യം കാരണം ബെഞ്ചിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം ചൂടാവും. തണുത്ത വെള്ളം അവർക്ക് കുടിക്കേണ്ടത് ഈ ചൂട് സമയത്ത്. അതിനവര് നനഞ്ഞ തുണിയൊക്കെ ഇട്ട് അതിനകത്ത് അടിയിൽ ഇട്ടിട്ട് അതിന് മണ്ടയ്ക്കൊക്കെയാണ് ഈ വെള്ളം വെക്കുന്നത്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഇവർ അനുഭവിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളെയൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഒരു കുപ്പി ആ വണ്ടിയുടെ മുന്നിൽ കടന്നു എന്ന് കരുതി അവർ ഡിപ്പോ ചെന്ന് കഴിഞ്ഞാൽ എടുത്ത് കളയുമായിരിക്കും, അവരെടുത്ത് മാറ്റുമായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് വേറെ വെള്ളം നിറയ്ക്കാനുള്ള കുപ്പി എടുത്ത് കളയാൻ പറ്റത്തില്ല. കാരണം മേടിക്കുകയാണെങ്കിൽ ഓരോ കുപ്പിക്ക് 20 രൂപ വെച്ച് വെള്ളം വേണ്ടേ, 80 രൂപ അല്ലെങ്കിൽ 100 രൂപ ഒരു ദിവസം തന്നെ ഓരോ കുപ്പിക്ക് വെള്ളം മേടിക്കുമ്പോൾ തന്നെ ആകും. അപ്പോൾ അതാ ചിലവ് ഒഴിവാക്കാൻ വേണ്ടി അവരൊരു പക്ഷേ ഇങ്ങനെ ഹോട്ടലിൽ കയറുമ്പോൾ വെള്ളം കുപ്പി ഉണ്ടെങ്കിൽ വെള്ളം നിറച്ചുകൊണ്ട് അവർക്ക് വരാനുള്ള പറ്റും. ഇതൊന്നും മനസ്സിലാക്കാതെ അയാള് അതിന്റെ മെയിൻ അടിസ്ഥാനം ഇതാണ്, ഷോ കാണിക്കും. ഞാൻ ഇത്തരം നിയമലംഘനങ്ങളൊന്നും വെച്ച് കുറിപ്പിക്കുന്നില്ല, ഞാൻ ഭയങ്കര ഒരു ആക്ഷൻ ഹീറോ ബിജു ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകടനമാണ്. ഡ്രൈവർ പറയുന്നുണ്ട് ഇത് ഞാനല്ല, കഴിഞ്ഞ ദിവസത്തെ ഡ്രൈവർ ഉപയോഗിച്ച കുപ്പിയാണ് ഇതിന്. അപ്പൊ ചോദിക്കുന്നത് വന്നു കയറി നേരെ അങ്ങ് സ്റ്റിയറിംഗ് ഇരിക്കുകയാണ്, അതെടുത്ത് കളയണ്ടായിരുന്നോ എന്ന് പറയുന്നു. ചുമതലയല്ല, അവരുടെ ചുമതലയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വണ്ടി ക്ലീൻ ചെയ്യുന്ന ഒരു സംവിധാനം, വണ്ടി കഴുകാൻ ആൾക്കാരുണ്ടല്ലോ. എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ക്ലീൻ ചെയ്യാനുള്ള ആള് ചെയ്തില്ല എന്നല്ല. അപ്പൊ അത് ആരുടെ കുറ്റമാണ്? ഈ ഡ്രൈവറുടെ കുറ്റമാണ്. ഒരു വണ്ടി സർവീസ് കഴിഞ്ഞ് വന്ന് അപ്പൊ അത് അടുത്ത സർവീസിന് പോകുമ്പോൾ ക്ലീൻ ചെയ്യാൻ ആളുണ്ടോ, അല്ലെങ്കിൽ ആ ക്ലീൻ ചെയ്യുന്ന ആളിന്റെ ജോലിയല്ലേ അത് ക്ലീൻ ചെയ്യേണ്ടത്? അതല്ലേ ഇയാൾ അന്വേഷിക്കണം. മന്ത്രിക്ക് എന്താ അറിയില്ല. കുപ്പി കടന്നാണ് അയാൾ ഏറ്റവും വലിയൊരു വിഷയമാക്കുന്നത്. അതിന് പിന്നാലെ അറിഞ്ഞില്ല ആ വണ്ടിക്ക് എന്തോ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നോ ഇൻഷുറൻസ് ഇല്ലെന്നോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ വണ്ടിക്കുണ്ട്. അടിസ്ഥാനപരമായിട്ട് ആ വണ്ടിക്ക് വേണ്ട ഒരു കാര്യം ഇല്ല. അതല്ലേ നോക്കേണ്ടത്. മെയിൻ ആയിട്ട് അയാൾ ഒന്നും പരിശോധിക്കുന്നില്ല. ആ വണ്ടിക്കകത്തൊരു കുപ്പി കിടന്ന് കണ്ട അയാൾ പോകുന്ന വഴിക്ക് കണ്ട ഉടനെ വണ്ടിയുടെ പുറകെ വെച്ച്, ഒരു മന്ത്രിയുടെ പണിയാണ് ഇതൊക്കെ, പുറകെ വെച്ച് പിടിക്കുക, വണ്ടിയിലെ സിനിമയിൽ ചേസ് ചെയ്തിട്ട് അതിന് ക്രോസ് കയറ്റി ഇട്ടിട്ട് ഡ്രൈവർ ഇറക്കി കളിക്കുക. എന്നിട്ട് ഈ 3 പേര്, ഇതിനകത്ത് 3 പേരെയാണ് പൊൻകുന്നം ഡിപ്പോയിലുള്ള 3 പേര്, ഡ്രൈവർ, ഒപ്പം തന്നെ ഒരു മെക്കാനിക്കൽ ഓഫീസർ, വേറെ ഒരു സ്റ്റാഫ്, ഇങ്ങനെ 3 പേരെ ഉടനടി സ്ഥലം മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു വലിയൊരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. ഇപ്പം ഇന്നലെ വൈകിട്ട് എങ്ങാണ്ടാണ് അവരെ സ്ഥലം മാറ്റിക്കൊണ്ട് ഓർഡർ ഇടുന്നു ഗതാഗത വകുപ്പ്. എന്നിട്ട് ഇന്ന് രാവിലെ പുതിയ എടുത്ത സ്ഥലം അവർ ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവരോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു കാരണം ഉണ്ടാക്കി അവരെ ദ്രോഹിക്കുന്നതായിട്ട് തോന്നില്ലേ? അതല്ലെങ്കിൽ KSRTC ബസ്സുകളിലെ പ്ലാസ്റ്റിക് കുപ്പി പറക്കാൻ വേണ്ടിയിട്ട് പിൻവാതിൽ നിയമനത്തിലൂടെ ഇവരുടെ ആരെങ്കിലും നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം. ഇതെന്തായാലും ഈ ഒരു മന്ത്രി KSRTC അങ്ങ് നവീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയായിട്ടൊന്നും അല്ല അതിനെ തോന്നുന്നത്. എന്തോ ഒരു വേറൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു ഷോ നടത്തി ഒരു സംഭവം ഉണ്ടാക്കുന്നു. അതിന്റെ ഒന്നുകിൽ ആ ജീവനക്കാരെ ദ്രോഹിക്കുക, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു കാര്യം. ഇവരുടെ ഒരു ഹിഡൻ അജണ്ട വെച്ച് എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ പറയുന്ന സ്ഥലം മാറ്റം അത് KSRTC CMD തന്നെ റദ്ദ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി അറിഞ്ഞോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വാളെടുത്ത് വെളിച്ചപ്പാടായേനെ. എന്തായാലും അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അറിഞ്ഞു കാണുമായിരിക്കും. എന്തായാലും CMD അത് രാവിലെ തന്നെ അത് റദ്ദ് ചെയ്തു. കാരണം അവർക്ക് ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് വന്ന് പിന്നെ രാവിലെ വന്ന് പുതിയ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാകണം CMD അത് റദ്ദാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മന്ത്രി CMDക്ക് നേരെ ആയിരിക്കും കുതിര കയറാൻ പോവുക. എന്തായാലും
ഈ പറയുന്ന പോലെ അടിസ്ഥാനപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടെന്ന് ഈ KSRTC-യിൽ. അല്ല ഇപ്പോഴല്ലേ ഇപ്പം 2 മാസമായെന്ന് തോന്നുന്നു അവര് കറക്റ്റിന് ശമ്പളം മേടിക്കാൻ തുടങ്ങിയത്. അതുവരെ അവരുടെ ബുദ്ധിമുട്ടുകൾ ശമ്പളത്തിന് പെൻഷന് വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന KSRTC-കാർ നടത്തിയ സമരങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. ഒരു വനിതാ കണ്ടക്ടർ അവരുടെ ഇങ്ങനെ അല്ലെ ഡ്രസ്സിനകത്ത് ഞങ്ങൾക്ക് ശമ്പളം വേണമെന്ന് എഴുതിക്കൊണ്ടൊരു ഒരു കാർഡിനകത്ത് എഴുതി അവര് കെട്ടിയിട്ട് പ്രതിഷേധമൊക്കെ നമുക്കുണ്ട്. അപ്പം തന്നെ പെൻഷൻ കിട്ടാത്തവര് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവര്, കാരണം ഈ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവരാണ്. അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് വരുന്നത്. അതിനൊക്കെ മാറ്റം വന്നിട്ട് 1-2 മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോഴേ അത് അല്ലാതുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഇത് തന്നെയാണെങ്കിൽ ഈ വണ്ടിക്കകത്ത് ഈ പറയുന്ന പോലെ കുപ്പി വെക്കാനോ അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാനോ സംവിധാനങ്ങളില്ല. അവരുടെ മറ്റ് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും തന്നെ പരിഹരിക്കപ്പെടാതെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇയാള് കുപ്പി വണ്ടിയുടെ മുന്നിൽ കടന്നു എന്ന് കരുതിക്കൊണ്ട് അത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന രീതിയിലല്ല കുപ്പി കിടക്കുന്നതും. അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വെറുതെ ആക്ഷൻ നടത്തുകയാണ് ചെയ്തത്. അത് എന്താ ഒരു പ്രകടനപരത, അതിനപ്പുറം ഒന്നുമില്ല. അത് എന്തെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള ഒരു മന്ത്രിയുടെ നിലയിൽ ചെയ്യുന്ന എന്തെങ്കിലും ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമോ അല്ലെങ്കിൽ അങ്ങ് നവീകരിച്ചേക്കാം, ഈ പറയുന്ന എല്ലാം കൂടെ അങ്ങ് എടുത്ത് മാറ്റിമറിക്കാം എന്നുള്ളതൊന്നുമല്ല. അദ്ദേഹത്തിന് ഒരു ഷോമാനാണ്. ഈ പറയുന്ന നമ്മള് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നൊക്കെ പറയത്തില്ലേ, ഈ പിണറായിയൊക്കെ പ്രീതിപ്പെടുത്തി നിൽക്കുക, ഞാൻ വലിയ ആളാണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചില ഗിമ്മിക്കുകൾ മാത്രമാണ്. ഒരു ഗിമ്മിക്ക് രാജകുമാരൻ മാത്രമാണ്. ഗണേഷ് കുമാറിന് ഒരു കാര്യം അറിയില്ല, പിണറായിക്ക് എന്നെക്കാളും വലുതായിട്ട് ഷോ ഇവിടെ ഗണേഷ് കുമാറിന് പണി കിട്ടിക്കും. നമ്പർ 1 ഷോമാൻ ഞാനാണെന്ന് പറയുന്ന ആളാണ് മുഖ്യ. അതിനപ്പുറം ഷോ മറ്റവരെയും കാണിക്കാൻ അദ്ദേഹം സമ്മതിക്കത്തില്ല. എന്തായാലും അദ്ദേഹത്തിന് ഷോ ഇത്തരം ഓവറായി പോകേണ്ട. അത് എങ്ങനെയാകും അദ്ദേഹത്തിന് തിരിച്ചടിയാകും. ഇപ്പൊ നമുക്കറിയാമല്ലോ, പലരും ഈ യൂണിയൻകാരാണെങ്കിലും ഈ പറയുന്ന KSRTC ജീവനക്കാരെന്നെങ്കിലും എല്ലാവരും ഇതിനകത്ത് വലിയ രോഷാകുലരാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ നടു റോഡിൽ നിർത്തി ജീവനക്കാരെ അധിക്ഷേപിക്കില്ല, അപമാനിക്കില്ല. അറിയാതെ ചെയ്യുന്ന കുറ്റമായിരിക്കും ഒരു പക്ഷെ. അങ്ങനെയൊന്നും വല്ലൊരു മന്ത്രി പെരുമാറേണ്ടത്. അദ്ദേഹം പ്രവർത്തിക്കണം. ഒരു മന്ത്രി പ്രവർത്തിക്കണമെന്ന് ജനങ്ങളെ തോന്നിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത്തരം ഷോകൾ കാണിക്കേണ്ട കാര്യമില്ല. അല്ലാതെയുള്ള പ്രവർത്തനത്തിലൂടെയാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. അത് ഈ മന്ത്രിക്ക് മാത്രമല്ല, സർക്കാർ തന്നെ അക്കാര്യത്തിൽ വലിയൊരു വീക്കാണ്. നമുക്കറിയാമല്ലോ, എല്ലാ സർക്കാരൊക്കെ തന്നെ ചെയ്ത കാര്യങ്ങൾ എന്ത് വന്ന് ജനങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ല. ഇനി അവരെ അറിയിക്കാനായിട്ട് അവസാനത്തെ 4-5 മാസം വിളംബരമൊക്കെ നടത്താൻ പോവുകയാണ്. ചെയ്ത് എന്തൊക്കെയെന്ന് അറിയാവുന്നത് മറ്റേ ഇവരുടെ കുറെ സൈബർ പോരാളികളുണ്ട്, അവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് പറയുന്നു, പക്ഷെ നമുക്കൊന്നും അറിയത്തില്ല. അതാണ് വിഷയം. അപ്പം ഗണേഷ് എന്താ പറയുക, ചെയ്യേണ്ട പരിപാടിയല്ല. അദ്ദേഹത്തിന് ആരെങ്കിലും നിയന്ത്രിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയോ ആരെങ്കിലും അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടതാണ്. സ്വയം നിയന്ത്രിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.